തനിക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് റാപ്പർ വേടൻ. കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല. ഗവേഷക വിദ്യാർത്ഥി നൽകിയ പരാതിയിലെ ലൈംഗികാതിക്രമ കേസിൽ ചോദ്യം ചെയ്യലിനെത്തിയപ്പോഴാണ് വേടന്റെ പ്രതികരണം. കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ തെക്കും തിരക്കും കേസൊക്കെ ഒന്ന് കഴിയട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. നമുക്ക് എനിക്കൊരു സംശയമില്ലായിരിക്കില്ല ഗൂഢാലോചനയുടെ കാര്യത്തിൽ. ഓക്കെ, തീർച്ചയായിട്ടും സംശയമുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം ഒന്ന് പറയുന്നതായിരിക്കും. ഞാൻ ആദ്യം ഈ തിരക്കൊന്ന് കഴിയട്ടെ. എസ് എസ് ശരൺ നമുക്കൊപ്പം. എസ് എസ് ശരൺ, ഒന്നിന് പിന്നാലെ ഒന്നായി കേസ് വരികയാണ് വേടനെതിരെ. അതിനെയാണോ ഗൂഢാലോചനയെന്ന് ഇപ്പോൾ വേടൻ പ്രതികരണത്തിൽ സൂചിപ്പിക്കുന്നത്? സുജി, അത് തന്നെയാണ്. അതായത് തുടർച്ചയായി വേടനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിലാണ് ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ വേടൻ ലൈംഗിക അതിക്രമ കേസിലാണ് ഇന്ന് രാവിലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. അപ്പോഴാണ് അദ്ദേഹത്തോട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം മറുപടി നൽകിയത് ഗൂഢാലോചനയുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും തനിക്ക് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും വിശദമായ പ്രതികരണം അത് ഈ കേസ് അന്വേഷണത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് വേടൻ പറഞ്ഞു വെച്ചത്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് നേരത്തെ ബലാത്സംഗ കേസിൽ, അതായത് യുവ ഡോക്ടർ നൽകിയ പരാതിയിലെ ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസം തൃക്കാക്കര പോലീസ് മുൻകൂർ ജാമ്യമുള്ളതിനാൽ വേടനെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലൈംഗിക അതിക്രമ കേസിൽ സെൻട്രൽ പോലീസ് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഈ ഗവേഷക വിദ്യാർത്ഥിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നുള്ളതായിരുന്നു. താൻ ഈ ദളിത് സംഗീതത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചില വിവരങ്ങൾ തേടിയപ്പോൾ വേടൻ ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നുള്ളതായിരുന്നു. ഈ പരാതിയിലാണ് ഈ വേടനെതിരെ സെൻട്രൽ പോലീസ് കേസ് എടുത്തിരുന്നത്. അതിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ മെയിൽ മുഖേനയുള്ള ഒരു പരാതി മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുവരെയും പരാതിക്കാരിയെ ബന്ധപ്പെടാനോ സ്റ്റേറ്റ്മെന്റ് എടുക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചോദ്യം ചെയ്ത ശേഷം വേടനെ വിട്ടയക്കാനുള്ള നടപടികളിലേക്കായിരിക്കും സെൻട്രൽ പോലീസ് കടക്കുക. ഓക്കെ, എസ് എസ് ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ചോദ്യം ചെയ്യലിനെത്തിയപ്പോഴായിരുന്നു വേടന്റെ പ്രതികരണം.